നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. തൃശൂരിൽ നടന്ന ഒരു നാടകം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രദർശന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട മിസ എന്ന നാടകം അതിപ്പോൾ വിവാദ വിഷയമാണ്. എന്തിനാണ് ഇത്തരമൊരു വിവാദ വിഷയമായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരമൊരു നാടകത്തിൽ അഭിനേത്രി ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് വിവാദ വിഷയം. അതവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമുണ്ട്. ആ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ആ ഒരു സ്ത്രീയെക്കുറിച്ച്, അവരെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? ഇപ്പോൾ ഈ നാടകത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് പലരും മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു വസ്ത്രത്തിന്റെ പേരിലുള്ള വിവാദം ഉടലെടുക്കുന്നത് എന്ന തരത്തിൽ ചില വാദങ്ങൾ ഉയരുന്നു. എന്തായാലും ആ നാടകത്തിന്റെ പ്രധാന ആധാരമായിട്ടുള്ള സ്നേഹലത റെഡ്ഡിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആരായിരുന്നു സ്നേഹലത റെഡ്ഡി? അവരുടെ ജീവിതം എന്തായിരുന്നു? ഇതറിയണമെങ്കിൽ നമ്മൾക്ക് ആദ്യം എന്താണ് അടിയന്തരാവസ്ഥ കാലം എന്നറിയണം. അന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഇന്നും എന്തിനവരെ കുറിച്ച് ഓർക്കണമെന്നും മനസ്സിലാകുകയുള്ളൂ. ഒരു ജനതയുടെ പൗരത്വ സ്വാതന്ത്ര്യത്തിന് മേൽ അധികാരം ഇരുമ്പുകൾ കൊണ്ട് കരിനിലയിൽ വീഴ്ത്തിയിട്ടുള്ള കാലഘട്ടം എന്നാണ് ഒരുപക്ഷെ 1975 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ കാലത്തെ നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓർമ്മയുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഭരണകൂടം ഏതറ്റം വരെയും പോകുന്ന കാലമായിരുന്നു അത് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ഒരു കാലത്ത് ജീവിച്ച യുവതിയാണ് അവർ. 1932 ആന്ധ്രയിലെ ഒരു പരിവർത്തിത ക്രിസ്ത്യൻ കുടുംബത്തിന്റെ 2ാം തലമുറയിൽ ജനിച്ച സ്നേഹലത വളർന്നത് മദിരാശിയിലാണ്. ചെറുപ്പം മുതലേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഉൾക്കൊണ്ട അവർ കൊളോണിയൽ ചിഹ്നമായിട്ടുള്ള വസ്ത്രധാരണ രീതികളെയും വിദ്യാഭ്യാസത്തെയും പാടെ നിരാകരിച്ചിരുന്നു. സ്വന്തം കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളെ ലംഘിച്ച് അവർ മദിരാശിയിൽ ഭരതനാട്യം അഭ്യസിക്കുകയും പിന്നീട് ചെന്നൈ നാടകവേദിയിൽ വിപ്ലവം സൃഷ്ടിച്ച മദ്രാസ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന നാടക ട്രൂപ്പ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഷേക്സ്പിയറുടെ 12th നൈറ്റും ഇബ്സന്റെ പീർ ജിൻഡും പോലുള്ള ലോകോത്തര നാടകങ്ങളിലൂടെ അവർ ചെന്നൈ നാടകവേദിയുടെ ജീവനാഡിയായി മാറി. സംസ്കാര എന്ന് പറയുന്ന കന്നഡ ചരിത്രത്തിലെ മികച്ച അഭിനയത്തിന് ദേശീയ തലത്തിൽ ഉർവശി അവാർഡും നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇവർ. 1975 ജൂൺ 25 അർദ്ധരാത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാക്കളും സോഷ്യലിസ്റ്റുകളും കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന കാലം. ഡോക്ടർ റാം മനോഹർ ലോഹിയയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടയായ അവർ ഒളിപ്രവർത്തനം നടത്തിയ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസിന് ബാംഗ്ലൂരുവിലെ തന്റെ വീട്ടിൽ അഭയം നൽകുന്നു. വെങ്കിട്ടരാമൻ എന്ന സോഷ്യലിസ്റ്റ് നേതാവ് അറസ്റ്റിലായതോടെ ഒളിപ്രവർത്തനത്തിന്റെ ചുമതല സ്നേഹലത ഏറ്റെടുക്കുന്നു. എന്നാൽ ഒടുവിൽ ജോർജ് ഫെർണാണ്ടസ് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ സ്നേഹലതയെ പോലീസ് വളഞ്ഞു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിസമ്മതിച്ച സ്നേഹലതയെ 1976 മെയ് 2 വിചാരണയോ പരോളോ ഇല്ലാതെ തടവിലാക്കുകയായിരുന്നു. സ്നേഹലത തടവറയിൽ നിന്ന് ഒളിച്ചു കടത്തിയിട്ടുള്ള ഡയറി കുറിപ്പുകൾ ഭരണകൂട ക്രൂരതയോടെ ജീവിക്കുന്ന തെളിവുകളായിട്ടാണ് ഇന്ന് പലരും കാണുന്നത്. വെളിച്ചവും വായുവും കടക്കാത്ത ഇടുങ്ങിയ മുറിയായിരുന്നു. തണുപ്പകറ്റാൻ വസ്ത്രങ്ങളില്ലാത്ത, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു ഇരുണ്ട മുറി. പലപ്പോഴും അവരെ നഗ്നയാക്കി മർദ്ദിക്കുന്നതായിരുന്നു ഇവിടുത്തെ ശീലം. ജയിലിലാകുന്നതിന് മുൻപ് തന്നെ കടുത്ത ആസ്മ രോഗിയായിരുന്ന സ്നേഹലത പലതവണ ബോധരഹിതയായി കോമാവസ്ഥയിലായിട്ട് പോലും ശരിയായ ചികിത്സ നൽകാൻ കേന്ദ്ര ഭരണകൂടം തയ്യാറായിരുന്നില്ല. പകരം ശരീരത്തിന് താങ്ങാൻ കഴിയാത്തത്ര മരുന്നുകൾ കുത്തിവെച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു. തന്റെ കുടുംബാംഗങ്ങളെ പോലും കാണാനുള്ള അനുവാദം അവർക്ക് നിഷേധിച്ചു. ഒരിക്കൽ കുടുംബ സുഹൃത്തായ മുരഹരി MP വഴി ഇന്ദിരാഗാന്ധിയോട് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള അപേക്ഷകൾ വന്നപ്പോൾ മാപ്പ് പറയാനാണ് പ്രധാനമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ കടുത്ത പീഡനങ്ങൾക്കിടയിലും മാപ്പ് പറയാൻ സ്നേഹലത തയ്യാറായിരുന്നില്ല. വിസമ്മതിക്കാനുള്ള സ്വാതന്ത്ര്യം തന്റെ അവകാശമാണെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. തന്റെ വേദനകൾക്കിടയിലും ജയിലിലെ മറ്റ് സാധാരണ സ്ത്രീ തടവുകാരുടെ അവകാശങ്ങൾക്കായി അവർ പോരാടിക്കൊണ്ടിരുന്നു. ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിനുകൾ നൽകാനും സ്ത്രീകളെ നഗ്നരാക്കി മർദ്ദിക്കുന്നതിനുമെതിരെ അവർ നിരാഹാര സമരം നടത്തുകയും വിജയം കാണുകയും ചെയ്തു.
ചെയ്തു. ഒടുവിൽ ജയിലിൽ വെച്ച് മരിക്കുമെന്ന ഘട്ടമായപ്പോൾ 1977 ജനുവരി 15-നാണ് അവരെ മോചിപ്പിക്കുന്നത്. എന്നാൽ വെറും 5 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 20-ന് അവർ മരണത്തിന് കീഴടങ്ങി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരയായ രക്തസാക്ഷിയാണ് അവർ എന്നാണ് ഇപ്പോൾ സഖാക്കന്മാർ അവകാശപ്പെടുന്നത്. അവരുടെ ഓർമ്മകൾ മരണശേഷവും ഭരണാധികാരികളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം പ്രമേയമാക്കി പലയിടങ്ങളിലും മിസ എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നു. ആ നാടകത്തെ സദാചാരത്തിന്റെ പേരിൽ ചിലർ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ നാം തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ ചോദിക്കാനുള്ള, നമ്മുടെ ശബ്ദമുയർത്താനുള്ള അവകാശത്തെ പലരും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഭയക്കുന്നു എന്നുള്ള കാര്യമാണ്. ഒരു നാടകത്തെ വിമർശിക്കുമ്പോൾ അത് അവരുടെ വസ്ത്രധാരണം മാത്രം വിലയിരുത്തിക്കൊണ്ടാകരുത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം ചർച്ചയാകുന്നതിനിടെ പറയാനുള്ളത്. എന്താണ് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച ആശയം, അതുകൂടെ മനസ്സിലാക്കുക. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ആണ് ആ ഒരു സമൂഹം സംസാരിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കുന്നുണ്ടാകുക. ചില പുകമറകൾ വരുമ്പോൾ, ചില വിഷയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും, ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അതിനുള്ളിൽ മൂടിപ്പോകാൻ സാധ്യതയുണ്ട്.